സമർപ്പിക്കുന്നു. എല്ലാ സജ്ജനങ്ങൾക്കും ഈ ശുഭസാഹചര്യത്തിൽ നമസ്കാരം. സിനിമയിൽ വന്നിട്ട് 38 വർഷമാവുന്നു. ഏകദേശം 200-ൽ പരം സിനിമകൾ അഭിനയിച്ചു. 4 ഭാഷകളിലൊക്കെ ആയിട്ട് സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ പല അവാർഡുകളും കിട്ടി. അതൊക്കെ എൻ്റെ ഭാഗ്യം. പക്ഷെ ഇത്രയും മഹാനായ ഒരച്ഛൻ്റെ മകനായി ജനിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യം. അതിനപ്പുറത്തേക്ക് സിനിമയില്ല, പാട്ടുകളൊന്നുമില്ല എനിക്ക്. ഇന്നും അച്ഛൻ്റെ പേരിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. അത്രയധികം മഹാനായ ഒരു കലാകാരൻ. അച്ഛനെ കൊച്ചച്ഛനെയും ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. 45 വർഷമായി ശബരിമലയിൽ അയ്യപ്പസ്വാമിയുടെ നട തുറക്കുന്നത് അച്ഛൻ്റെ ശബ്ദത്തിലൂടെയാണ്. ശ്രീകോവിൽ നട തുറന്നു. നമ്മളിന്നും ഗുരുവായൂർ ചെന്നാൽ മിനിമം മയിൽപ്പീലിയിലെ പാട്ടോ അല്ലെങ്കിൽ ഉറപ്പായിട്ടും 50 വർഷം മുമ്പ് അച്ഛൻ കമ്പോസ് ചെയ്ത പീലിയിലെ ചേച്ചി പാടിയ സാക്ഷാൽ പൂന്താനത്തിൻ്റെ കൃഷ്ണ കൃഷ്ണ മുകുന്ദാചരണ ഇതൊന്നും കേൾക്കാതെ അവിടുന്ന് പോരാൻ കഴിയില്ല. അതുപോലെ പളനിയിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ 1000 കൺവേണ്ടും മീരാമാധവത്തിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നൊരു പാട്ടാണ് മുരുകൻ്റെ സോങ്. അത് ഏതൊക്കെ ലൊക്കേഷനിൽ എവിടെയൊക്കെ കേരളത്തിൽ ചെന്നാലും സന്ധ്യയാകുമ്പോഴത്തേക്കും ചിത്രചേച്ചിയുടെ ദേവീഗീതത്തിലെ പാട്ടുകൾ ഇതിലും കേൾക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരച്ഛൻ്റെ മകനായി ജനിച്ചതിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ്, ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അച്ഛൻ മരിച്ച് 1.5 വർഷം കഴിഞ്ഞു. ഇപ്പോഴും അച്ഛനെ തേടി അവാർഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു അപൂർവമായ കാഴ്ചയാണ്, നിമിഷമാണ്. ഒരുപാട് നന്ദി ഈ അവസരം ഉണ്ടാക്കി തന്നതിൽ. അവാർഡിൻ്റെ പേര് സ്വർഗീയ സംഗീതം എന്നാണ്. സ്വർഗത്തിലിരുന്ന് ഇന്നെൻ്റെ അച്ഛൻ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു ദിവസമായിരിക്കാം. പത്മശ്രീ, രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചെങ്കിലും ഇന്നിവിടെ നടന്ന ഈ ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ ആബ്സൻസിൽ ലഭിച്ചിരിക്കുന്ന ഈ അവാർഡാണ്. സ്വർഗത്തിലിരുന്ന് എൻ്റെ അച്ഛൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത്, സന്തോഷിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് സന്തോഷങ്ങൾ വരാൻ കഴിഞ്ഞാലും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാലും നമ്മളെ ഭക്തിയുടെ, സന്തോഷത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ മറ്റൊരു ലോകത്തേക്കാണ് ഇത്രയും നേരം മീരാമാധവൻ കൊണ്ടുപോയത്. ഗംഭീരമാണ്, ഒരു രക്ഷയില്ല, വാക്കുകളില്ല പറയാൻ. അത്രയധികം ഗംഭീരമായിരുന്നു. നിങ്ങളുടെ ഫുൾ ടീം ലോകമെമ്പാടും പ്രചരിക്കട്ടെ, നിങ്ങൾക്ക് എവിടെയും എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അമ്മേ ശരണം, ദേവി ശരണം, ശക്തി ശരണം. അമ്മയുടെ അനുഗ്രഹം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഗാനങ്ങളൊക്കെ. വളരെ ഗംഭീരമായിട്ടുള്ള, നമുക്ക് വളരെയധികം ഇപ്പോൾ സ്വാമിജി പറഞ്ഞ പോലെ ഇതുപോലെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. വളരെ സന്തോഷമുണ്ട്. ഇനിയും വലിയ ഉയരങ്ങളിലേക്ക് അവർ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മേ ശരണം, ദേവി ശരണം, ശക്തി ശരണം. ഓൾ ദ വെരി ബെസ്റ്റ് ടു മീരാമാധവ്. ഗംഭീരമായ തുടക്കം. ആദ്യത്തെ സ്റ്റേജാണെന്ന് തോന്നുന്നില്ല, അത്രമാത്രം. അപ്പോൾ വണ്ടർഫുൾ. ഒരിക്കലും ഒരു ഫസ്റ്റ് പെർഫോമൻസ് ആണെന്ന് തോന്നില്ല. വളരെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളൊരു ഗ്രൂപ്പായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു. ഗംഭീരമായ തുടക്കമെന്ന് പറയാനുള്ളതിന് കാരണം ഇത്രയും സ്വാമിജിയുടെ പ്രസൻസ്, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം, ഗോപാലേട്ടൻ്റെ ബർത്ത്ഡേയോടൊപ്പം തന്നെ തുടക്കം, പിന്നെ ഇപ്പോൾ നന്ദിലത്തായാലും സ്വയംവര സിൽസായാലും ഏറ്റവും ഗംഭീരമായ സ്പോൺസേഴ്സ്, മനോജ്, ദേവേട്ടൻ, ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്. ലോകമെമ്പാടും ഉള്ള ഒരുപാട് സ്റ്റേജുകൾ ഉണ്ടാവട്ടെ, ഒരുപാട് പ്രശസ്തരാവട്ടെ, നന്നായി വരട്ടെ. സ്നേഹാലോകസുമോഹനവദനാം കരുണാദ്രാനത നയന
രമ്യാം രമ്യാം ശ്രുതജനപാലന വ്യഗ്രാം സൗമ്യാം അമൃതാനന്ദമയീം പ്രണമാമി. ഓം അമൃതേശ്വരിയെ നമഃ. ഇവിടെ വേദിയിൽ നിൽക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ഇവിടെ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങൾ, ദേവലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോയ മീര മാധവും സംഗീതത്തിലെ ഗോപാംഗനുകൾ, ദേവാംഗനുകൾ, അതേപോലെ അങ്ങേ സൈഡിലെ ഗന്ധർവന്മാരുണ്ട്, യക്ഷകിന്നര ഗന്ധർവന്മാരുടെ മുഴുവൻ സാന്നിധ്യമുണ്ട്. അത് കേൾക്കാനെത്തിയ 33 കോടി ദേവതകളുമുണ്ട്. നമ്മുടെ ചില ഗാനങ്ങൾ നമ്മുടെ മനസ്സിനെ ശരീരത്തെ ചലിപ്പിക്കും, ചിലത് മനസ്സിനെ ചലിപ്പിക്കും. ഇവിടെ ആത്മാവിനെ സ്പർശിക്കുന്ന കുറച്ച് ഗാനങ്ങളാണ് നമ്മൾ ശ്രമിച്ചത്. അമ്മ പറയാറുണ്ട്, ഈ പ്രപഞ്ചം ഒരു ഓർക്കസ്ട്ര പോലെയാണ്. ഇവിടെ ഈ സംഗീതജ്ഞന്മാർ ഒരുമിച്ച് പെർഫോം ചെയ്ത ഈ സംഗീത പരിപാടി, ഇവിടെ ഓരോ ഇൻസ്ട്രുമെൻറ്റും പാടുന്ന ഓരോരുത്തരും ഒരു മാസ്റ്റർ ഇൻസ്ട്രുമെൻറ്റുമായിട്ട് ട്യൂൺഡാണ്. തമ്പുരു, ശ്രുതി. ആ ശ്രുതി ട്യൂൺഡ് അല്ലെങ്കിൽ എത്ര ഗംഭീരമായിട്ട് പാടിയാലും ആസ്വാദ്യകരമാവില്ല. ആ താളലയത്തിലാണ് നമ്മളെ ആനന്ദിപ്പിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാവുന്നത്. അതേപോലെ ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ആ ഈശ്വരൻ്റെ ചൈതന്യവുമായി ട്യൂൺഡാകുമ്പോൾ, അഥവാ പ്രകൃതി നിയമത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ ഈ ലോകം സ്വർഗതുല്യമാകും. സ്വർഗീയ ആനന്ദം നൽകുന്ന അനുഭവം സമ്മാനിക്കും. നമ്മൾ അതിനെ പറയുന്ന വാക്കാണ് ധർമ്മം. ധർമ്മം അനുസരിച്ച് ജീവിക്കുമ്പോൾ പ്രകൃതിയുടെ താളലയവുമായിട്ട് നമ്മൾ ഇണങ്ങിച്ചേരുന്നു. അതിന് വിരുദ്ധമായിട്ട് ജീവിക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ നമ്മളെ തേടിയെത്തുന്നു. എല്ലാവിധ ദുഃഖങ്ങളെയും മറികടന്ന് ജീവിതം ഒരു ദിവ്യാനുഭവമാക്കി മാറ്റുവാൻ സംഗീതത്തിന് കഴിയും. വെറും സംഗീതമല്ല, ആത്മാവിനെ സ്പർശിക്കുന്ന ഈശ്വരൻ്റെ ഗീതങ്ങൾക്ക്. അപ്പോൾ അമ്മ പറയാറുണ്ട്, പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ പുഞ്ചിരിക്കുന്ന മുഖം പ്രാർത്ഥനയാണ്, സാധുക്കളോട് കരുണ കാണിക്കുന്നത് പ്രാർത്ഥനയാണ്, ഏറ്റവും ഭംഗിയായി ചെയ്യുന്ന കർമ്മങ്ങൾ പ്രാർത്ഥനയാണ്, സ്നേഹത്തിൽ നിന്ന് വരുന്ന കർമ്മങ്ങളൊക്കെ പ്രാർത്ഥനയാണ്, സ്വാർത്ഥതയിൽ നിന്ന് വരുന്ന കർമ്മങ്ങൾ മാത്രമാണ് ഭൗതികം. സ്നേഹത്തിൽ നിന്ന് വരുന്ന കർമ്മങ്ങളൊക്കെ മനോഹരം, സ്വാർത്ഥതയിൽ നിന്ന് ഉണ്ടാകുന്ന കർമ്മങ്ങളൊക്കെ അരോചകം. ഇവിടെ ദിവ്യ പ്രേമത്തിൽ നിന്നും ആത്മാവിൻ്റെ അടിത്തട്ടിൽ നിന്നും വരുന്ന ഈ സംഗീതധാര സമ്മാനിച്ച ഈ മീര മാധവം അങ്ങനെല്ലാം എൻ്റെ പ്രണാമങ്ങൾ. അമൃതാനന്ദമയി മഠത്തിൻ്റെ എല്ലാവിധ അമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന് നമ്മുടെ ശ്രീ ഗോകുലം ഗോപാലൻ അദ്ദേഹത്തിൻ്റെ ഈ വേദി ക്ഷേത്രമാക്കി മാറ്റുവാനുള്ള ഒരവസരം കിട്ടി. അതുപോലെ പ്രശസ്തരായ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇവിടെ ഒരു സ്വർഗീയ അനുഭവം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ മീരാമാധവത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഇവൻ്റെ പ്രണാമങ്ങൾ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും